ഹായ് ഓൾ അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ള പോയിട്ടുള്ള ആട്ടോ എനിക്കില്ല എന്തായിരുന്നല്ലേ. ഇപ്പം അറിയാമല്ലോ പെരുന്നാളിൻ്റെ നല്ല തിരക്കുണ്ട്, ഓർഡറിൻ്റെ ഇതെല്ലാം ആയിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ മിഞ്ഞാന്നത്തേന് ശേഷമുള്ള കഥകളെല്ലാം പറയാം. കുറേ മെസ്സേജ് കണ്ടിന്, പക്ഷേ നല്ല നല്ല കമൻ്റ് എല്ലാം ഞാൻ വായിച്ചിന്. അതിനെല്ലൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് ഒരിക്കൽ ഞാൻ ഈ പെരുന്നാളിൽ കഴിയട്ടെ ഒന്ന് അത്ര ആയിരിച്ചല്ലേ. അപ്പോൾ നമ്മൾ കിച്ചണും കാര്യങ്ങളെല്ലാം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു വക എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയിന്. ഇനി കുറച്ച് പണി ബാക്കിയുണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാം ആയിട്ടില്ലേ, നമുക്ക് മുറ്റത്തേക്കൊരു ഊഞ്ഞാലിടാന്നില്ല. ഞാൻ മറ്റേ നമ്മളെ സാധാരണ ഊഞ്ഞാലില്ലേ അതിന് ഓർഡർ ആക്കിയിട്ടുണ്ടായി. ഞാൻ പോയിട്ടൊന്നുമില്ല, ഫോണിൽ തന്നെ അവരോട് ഫോട്ടോ ഇടാനിട്ട് ഫോട്ടോ കാണിച്ചിട്ട് ഒരു വൈറ്റ് വേണം എന്നിട്ട് അങ്ങനെ ഒരു വൈറ്റ് ഊഞ്ഞാൽ ഓർഡർ ആക്കിയിട്ടുണ്ട്. അതിന് അങ്ങനെ അൽഹംദുലില്ലാഹ് അത് വന്നിട്ടുണ്ട്. നമ്മളെ കുമ്പളയിലുള്ള റോയൽ ഫർണിച്ചറിൽ ആട് തന്നെയാണ് മേങ്ങൽ. ഞാൻ അധിക സാധനങ്ങളെല്ലാം ഐറ്റം ആട് തന്നെയാണ് മേങ്ങൽ. അധികം പോലെ ഇല്ല, ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ആയിട്ട് ആയിട്ടൊന്ന് സെലക്ട് ആക്കിയിട്ടായിട്ട് വിടും. അപ്പോൾ ഒരാളിൽ നിന്ന് കൊടുത്തേക്കലാന്ന് അങ്ങനെ. അപ്പോൾ എന്ത് അങ്ങനെ ഒരു വണ്ടിയിൽ അയച്ചിട്ടുണ്ട്. ഇതെന്തിനറിയോ കഥ, നമുക്ക് മുറ്റത്തിട്ടിട്ട് പണിയെല്ലാം ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ആടാൻ വേണ്ടിയിട്ട് വേങ്ങിയത്. പക്ഷെ ഇട്ടിട്ടില്ല, ഇത്ര ദിവസമായിട്ട് ഞങ്ങൾക്ക് ഒരു നേരം ഇരിക്കാൻ കഴിഞ്ഞിട്ടറിഞ്ഞാൽ ഓർഡറിൻ്റെ തിരക്കല്ലേ ഇപ്പോൾ. അങ്ങനെ അതിൻ്റെ തന്നെ ബാക്കിലായി. ഇനി പെരുന്നാളിലൊന്ന് കഴിയണം ഇൻഷാ അല്ലാഹ്, ഒന്ന് ഫ്രീ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറേ ഓർഡറെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നേക്ക് ഞാൻ ഓർഡർ ക്ലോസ് ആക്കി, ഇന്നലേക്ക് ഇനി നിർത്തി. ഇനി നമ്മൾ ഇവിടെ കുറേ ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ ഇനി എടുത്തെങ്കിൽ ബുദ്ധിമുട്ടാവും. അങ്ങനെ ക്ലോസ് ആക്കിയിട്ട് ഇനി എല്ലാം പാക്കിങ് കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഏട്ടത്തിൻ്റെ മോന്, ഇളപ്പാൻ്റെ മോനെല്ലാം വന്നിട്ടുണ്ട്. അത് എന്താ പറയുക, ഞാൻ എൻ്റെ ബെഡ്റൂമിലത്തെ ഒരു കബോർഡിൻ്റെ മുകളിലിടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പുള്ള മറമെല്ലാം വിളിച്ചിന്. അപ്പോൾ ഈ ഓറിലേ താഴെട്ട് ഫുള്ള് കച്ചറാക്കുന്ന ഡ്രസ്സ് അവിടെ എവിടെയെല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ ഓർഡറും കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ പ്രാന്ത് പിടിക്കുന്ന കച്ചറായിട്ട് കാണുമ്പോൾ ഞാൻ എന്താ പറയുക, നിങ്ങൾ 3 ദിവസം മുകളിൽ വെക്കലിട്ട് എല്ലാത്തിനും മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ട് വരാല്ലേ. അതാന്ന് പിള്ളേരെ ഇപ്പം മുകളിലും താഴെ എല്ലാം കച്ചറാന്ന പോലെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതാ. ഞാൻ ഷോക്കേസ് പൊട്ടിയിരുന്ന് നിൽക്കുന്നതൊക്കെ ആ ഗ്യാസ് വെച്ചിട്ടില്ല, അതിൻ്റെ ചൂട് കൊണ്ടിട്ട് ആ ഒരു ഷോക്കേസിൻ്റെ ഒന്ന് പകുതി തന്നെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് അതിന് രണ്ടായിട്ട്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ആ കേബിളിൻ്റെ അവരോട് പറഞ്ഞിട്ട് അതിനൊന്ന് ചേഞ്ച് ആക്കണം എന്ന് പറഞ്ഞിന്. ഒരു ക്ലാസ് ചേഞ്ച് ആക്കണമെങ്കിൽ 1000 റുപ്യ നല്ല ഒരളവെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കിച്ചണത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ കാലിയായി അറിഞ്ഞ കിച്ചണ്. ഇപ്പോൾ നോക്കിയാൽ കൊണ്ടിട്ടപ്പോൾ നല്ല ഭംഗിയിലാണ് കാണാൻ, ഫുള്ള് കാലിയായിട്ട് മുകളിലെല്ലാം കച്ചറായിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് വെക്കണം. അതിൻ്റെ ഇടയിൽ ഓർഡറിൻ്റെ പണി തുടങ്ങിന്. പിന്നെ ഇതിപ്പോൾ എന്താ സിറോട്ട കൊടുക്കാനുണ്ട്, അതിനൊരു അർജൻറ്റ് ഗൾഫിലേക്ക്. ഈ നോമ്പിനല്ലേ ഇല്ലേ കുറേ ആൾ ഗൾഫിലേക്ക് പോയി പറഞ്ഞാൽ ഈ കൂടുതലാണ് ഈ ഗൾഫിലേക്ക് കൊണ്ടുവന്ന അപ്പത്തിൻ്റെ ഓർഡർ ചെയ്യും നോമ്പിൻ്റെ ടൈമിന്. നോമ്പ് വെക്കേഷൻ അങ്ങനെ ഇങ്ങനെയല്ലേ വരുന്നല്ലേ, അപ്പോൾ എല്ലാം അധികം ആൾ ഗൾഫിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് രാത്രി കൊടുക്കാനുണ്ട്. അതാണ് അങ്ങനെ ഞാൻ പകുതിയെല്ലാം ചുട്ടിട്ട് വെച്ചിന്, പകുതിയെല്ലാം ഇനി ബാക്കിയുണ്ട്. അപ്പം മഴ തണിച്ചുകൊണ്ട് വന്നിന്. അങ്ങനെ ഞാൻ മിന്നുൻ്റെ കൊടുത്തിട്ട് എല്ലാം നാടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പാലെല്ലാം കൊടുത്തിട്ട് വന്നതാണ്. അങ്ങനെ സിറോട്ട, ചട്ടിപ്പത്തൽ, പൊരിയപ്പം കുറേ എന്തെല്ലാം ഉണ്ടായിന്, വേള അങ്ങനത്തെ എന്തെല്ലാം അങ്ങനെ എല്ലാം വേറെ ചുട്ടിട്ടാകുമ്പോൾ പോലെ ഞാൻ ഇങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടായിന്. അങ്ങനെ അത് പോയിട്ടായിട്ടില്ലേ, അത് പോയിട്ട് വന്നിട്ടായിട്ട് ഇപ്പോൾ അധിക ടൈം അപ്പം ചൂടുന്ന തന്നെയാണ്. നോമ്പ് തുറക്കലിൻ്റെ സംഭവങ്ങളല്ലേ ഞാൻ പറഞ്ഞിട്ട്, ഷീറ്റും കാര്യങ്ങളും അതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് വെക്കും ഇപ്പോൾ ഈ ഒരു ടൈം ഒന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അത് പോയിട്ട് വന്നിട്ട് അതിന് ശേഷം കുറച്ച് നമുക്ക് ഈ സീലിങ്ങിലേക്ക് ഒരു ഇൻറ്റീരിയലെല്ലാം ആക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ അതിൻ്റെ പണിക്കാറും കാര്യങ്ങളെല്ലാം വന്നിന്. അപ്പോൾ ഓരോടെ പണിയെടുത്തുകൊണ്ടുണ്ട്. ടൈം ഇപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കുന്ന ടൈമായിട്ടുണ്ട്. അങ്ങനെ 2-3 ദിവസത്തെ വീഡിയോ ഞാനിങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എടുത്തിട്ട് വെക്കും, അതിനെ സെറ്റാക്കാൻ കുറച്ച് ടൈമില്ല. അപ്പോൾ അതാടായി ബയ്യായിട്ട് പെൻഡിങ്ങിൽ വരുന്നതാണ് അങ്ങനെ. അപ്പോൾ ഇന്ന് കുറേ വീഡിയോ ഫോണിൽ നിറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഒന്ന് അപ്ലോഡ് ആക്കിയിട്ടതിന് ശേഷം ഡിലീറ്റ് ആക്കാൻ എന്നിട്ട് അങ്ങനെ. അപ്പോൾ ചട്ടിപ്പത്തലിന് പിന്നെന്താ വേറെ എന്തെല്ലാം ഉണ്ട്, അരിയെല്ലാം പുത്താൻ, അരി പൊത്തിയതുണ്ട്, അരക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ചട്ടിപ്പത്തലിന് വേളക്കാന്ന് ചുട്ടത് വേള അർജൻറ്റ് കൊടുക്കാണ്ടേ. ഞാൻ മുമ്പെല്ലാം ഇങ്ങനെ
എന്തുള്ള ഒരു പ്ലാനാക്കിയിട്ട് വെക്കും. ഫസ്റ്റ് ഒരപ്പം തന്നെ ചൂടാ ഫുള്ള്, അത് കഴിഞ്ഞിട്ട് അത് ചുട്ടിട്ടതിന് ശേഷം പിന്നെ ഒരപ്പം ചൂടാ, അങ്ങനെ എന്നിട്ട് വെക്കും ഫസ്റ്റ് തന്നെ കയറുമ്പോൾ. പക്ഷേ ഓർഡർ വരുമ്പോൾ എല്ലാ തകിടം മറിയാറിഞ്ഞു പ്ലാൻ പോലെ ഒന്നും നടക്കില്ല. ഒരാൾ വേഗം ഒരു 5 കിലോ ഇന്ന് തന്നെ വേണോ ഗൾഫിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നാളെ വേണം, അങ്ങനെ അർജൻറ്റ് വിളിക്കുന്നു പല ഐറ്റംസ് ഇങ്ങനെ ചട്ടിപ്പത്തൽ, വേള, പൊരിയപ്പം അങ്ങനെ ഇങ്ങനെ ആയിട്ട്. അപ്പോഴൊക്കെ എന്തായാലും നമ്മൾ പകുതി ഇതെല്ലാം ചുട്ടിട്ടാകുമ്പോൾ ഇനി നമ്മൾ ആ ഒരു പോന്നു. അല്ലെങ്കിൽ ഓർഡർ ആയിട്ട് ഇങ്ങനെ ചട്ടിപ്പത്തിൽ ഫുള്ളായതിനു ശേഷം വേള, അത് ആയതിനു ശേഷം നെക്കിയേക്ക്, അത് കഴിഞ്ഞ ശേഷം ഈത്തപ്പഴം അങ്ങനെല്ലാം ചുടാൻ നല്ല പ്ലാനാക്കലാണ്. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിന്നെ ഞാൻ എടുക്കുന്നത്. അങ്ങനെ തന്നു മിന്നലോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ എല്ലാം തൊലിയെല്ലാം എടുക്കാൻ സീഡെല്ലാം കളഞ്ഞിട്ട് അതിനൊന്ന് റെഡിയാക്കിയിട്ട് വെക്കാണ്ടിന്. അങ്ങനെ ബാബി, ഉമ്മ, അനിയൻ്റെ ഉള്ള എല്ലാവരും വന്നിന്. അപ്പോൾ അത് ബാബിൻ്റെ മടിയിൽ തന്നെ കയറിയിരുന്നിന്, കത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബാബി ഇങ്ങനെ പിടിച്ചിരുന്നതിന് പേടിച്ചിട്ട് കത്തിൻ്റെ അടുത്തല്ലിട്ട്. അങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ ഊറാട ഇതാക്കുമ്പോൾ നമുക്ക് കുറച്ച് ചട്ടിപ്പത്തലും കൂടി ബാക്കിയുണ്ട് എണ്ണയിലിട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ആളെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പം എന്തും കയ്യാൽ അത്ര തിരക്കുണ്ട്. ഇനി എന്തെങ്കിലും ആണെങ്കിൽ പെരുന്നാളെ കഴിയണം. അങ്ങനെ പിന്നെ ഇങ്ങനെ ചട്ടിപ്പത്തലെല്ലാം എങ്ങനെയാണെന്നല്ല ചോദിക്കുന്നുണ്ട്. അതില്ലേ നമ്മൾ പച്ചരി 2 കൊണ്ടയും മറ്റുണ്ടെങ്കിൽ മുട്ടയും പച്ചരിയും കൂട്ടിയിട്ട് അരച്ചു കൊടുക്കാം. ഫസ്റ്റ് അരച്ചിട്ട് എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ അതിലേക്ക് ഒരു തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ പീസല്ല ആക്കുന്നത്, ഞാൻ ചരിച്ചിട്ടിടുന്നത്. ചരിച്ചിട്ടിട്ടായിട്ടില്ലേ പിന്നെ അതിലേക്ക് കുറച്ച് വേണമെങ്കിൽ എള്ളിടാം, അത് ടേസ്റ്റിനൊന്നുമില്ല, വെറുതെ ഒരു കാണാൻ വേണ്ടിയിട്ട് എള്ളു ഇട്ടിട്ടായിട്ട് നല്ല പാങ്ങല പുതുക്കിയിട്ടെടുത്തിട്ട് ബോൾസാക്കിയിട്ട് ചുട്ടെടുത്താൽ കൈ. അതാണ് ചട്ടിപ്പത്തൽ. പിന്നെ വേളൻ്റെ ചോദിക്കുന്നുണ്ടായി. വേള അങ്ങനെ 2 കൊണ്ട അരിക്ക് 2 മുട്ട. ചട്ടിപ്പത്തലിൽ അങ്ങനെ 1 കൊണ്ടക്ക് 1 മുട്ട പോലെ 10 കൊണ്ട ചുടുന്ന 10 മുട്ട അങ്ങനെ. പിന്നെ മുട്ട കൂട്ടിയെങ്കിലും ടേസ്റ്റ് തന്നെ, വേണമെങ്കിൽ 2-3 എക്സ്ട്രാ വേണമെങ്കിൽ കൂട്ടിക്കോ, എന്ത് വേണമെങ്കിൽ ചെയ്യാവേ അങ്ങനെ. പിന്നെന്താ വേളക്കും അങ്ങനെ 2 കൊണ്ടരിക്ക് 2 മുട്ട ഇട്ടിട്ട് നല്ല പാങ്ങല ഒരു തേങ്ങ ഇട്ടിട്ട് അരക്കാം. മൈ പോലെ അരക്കണ്ട വേള ചട്ടിപ്പത്തൽ ഒരു ഇത്തിരി തരി വേണം. ഒരു മൈ പോലെ അരക്കലില്ലാന്ന് തോന്നുന്നു വേള ചട്ടിപ്പത്തലല്ലോ. അങ്ങനെ പൊരിയപ്പത്തിന് മൈ പോലെ അരിയണോ നല്ല ഇങ്ങനെ നൈസായിട്ട്. ഈത്തപ്പഴം ഫ്രൈക്ക് പൊരിയപ്പത്തിനല്ലോ. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഫ്രൈക്ക് ഏത് അരി എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുക്കൽ. ഈത്തപ്പഴത്തിൻ്റെ നെയ്ച്ചോറിൻ്റെ അരി അല്ല, നമ്മൾ കാഷ്യൂ ഫ്രൈക്കില്ല, അതൊന്നും നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുക്കൽ. അങ്ങനെതാ അപ്പത്തിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. ഈ പൊരി ഉലോക്കി എന്തെന്നല്ല കുറേ ആൾക്ക് ഡൗട്ടുണ്ട്. ഇതാണോ ഉലോക്കി അറിഞ്ഞാൽ നമ്മൾ ആ ഉലിനെല്ലാം ഒക്കത്തെ മിക്സ് ആക്കിയിട്ട് ഇടുന്നില്ലേ, അതാണ് ഉലോക്കി. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വെള്ളം, ഈത്തപ്പഴം, പിന്നെ വേള, എണ്ണ 3 ബോക്സ് കൊണ്ടുവന്നിന്. പക്ഷേ ഇത് തേയില ലാസ്റ്റ് ആകുമ്പോൾ വേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഞാനൊരു 3 ബോക്സ് പോലെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഡാൽഡ, മൈദ അങ്ങനെയുള്ള ഇങ്ങനെ ക്വാണ്ടിറ്റി കൂടുതൽ തന്നെയാണ് പെരുന്നാളിൻ്റെ ടൈമിനെ കൊണ്ടുവരുന്നത്. അതെന്തായാലും നമുക്ക് ഓർഡർ എപ്പോഴും ഉള്ളത് തന്നെ. അത് നമുക്കൊരു ഇത്ര ഓർഡർ ഉണ്ടാവില്ല, ഒരു കണക്കുണ്ടാകുന്നത്. പിന്നെ അതിനായിട്ട് കൂടുന്നല്ലാണ്ട് മാഷാല്ല കുറയുന്നില്ല. പിന്നെ നമുക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് പകുതി വിടുന്നല്ലാണ്ട് അങ്ങനെ. ഒരാളില്ലേ മുമ്പേ ബുക്കാക്കിയിട്ട് വെക്കും, വേണോ ആക്കണമെങ്കിൽ റെഡി ആക്കിയിട്ട് വെച്ചിരുന്നുണ്ട്. ഞാൻ എല്ലാം ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട് എഴുതിയിട്ട് വെക്കും ഒരാളെ ഇതാക്കിയിട്ട്. ആ എഴുതി വെച്ചില്ല നമുക്ക് മറന്നിട്ട് പോകുന്നു. അതിലോട്ടൊരു വേറെ ഓർഡർ വരുമ്പോൾ കാല പറന്നങ്ങാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എഴുതിയിട്ട് വെക്കും. ഏത് മറന്നിനെന്നുള്ളതല്ല, അതായത് കണക്ക് കൂട്ടിയിട്ട് അവർ ഫോൺ വിളിക്കുമ്പോൾ എന്നറിയുന്നത്. അധികം ഞാൻ എഴുതിയിട്ട് വെക്കലുണ്ട് അങ്ങനെ. അപ്പോൾ അതായത് ഗൾഫിലേക്ക് ഉള്ളതാണ് ഇത്. നോക്കും ഗൾഫിലേക്ക് തന്നെ അവർ പെട്ടെന്ന് വേണമെന്ന് എഴുതിയിട്ടുണ്ടായി. 5 കിലോ 5 ചട്ടിപ്പത്തലല്ലേ ഇത്, ചട്ടിപ്പത്തൽ. അങ്ങനെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സിറോട്ടിയും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചുട്ടിട്ടെല്ലായിട്ട് നമുക്ക് തൂക്കി നോക്കണ്ടേ. അങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ നോക്കുന്നു. ഞാൻ 5 കിലോ ആയിനാ ചുട്ടിട്ടെന്നല്ലോ. ഇന്ന് ചുട്ട് അതെല്ലാം ഇങ്ങനെ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ചിട്ട് വെച്ചിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഈ ബക്കറ്റല്ലേ ഞാൻ ഈ ഓർഡറിൻ്റെ ടൈമിന് എടുക്കുന്നതാണ്, ഈ പെരുന്നാളിൻ്റെ ടൈമിന്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ മുകളിൽ കൊണ്ടിട്ട് വെക്കുമോ. ഈ ടൈം ആകുമ്പോൾ ഞാൻ ഇപ്പോൾ റോഡെല്ലാം ചെല്ലിട്ട് ഇനി താഴെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് പിന്നെ ഇതിലെല്ലാം ഇട്ടിട്ട് വെക്കലാണ് ബക്കറ്റ്. എന്നിട്ട് വലിയൊരു കവർ മേങ്ങും, 10 കിലത്തിൻ്റെ കവറില്ലേ, അത് കുറേ മേങ്ങിയിട്ട് വെക്കും. എന്നിട്ട് ഈ കവറിൻ്റെ ഉള്ളിട്ടിട്ട് ഈ ബക്കറ്റിൻ്റെ ഉള്ളിട്ടിട്ട് ഇതിനെ ഫുള്ള് വായി നല്ല വാങ്ങല കെട്ടിയിട്ട് വെക്കലാന്ന്. അല്ലെങ്കിൽ ഒരു ഇത്തിരി കാറ്റ് ഇങ്ങനെ കടന്നങ്ങ് നടത്തിയിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് വിശ്വാസിച്ചിട്ട് ഓർഡർ തരുമ്പോൾ ഞാൻ ആ ഒരു വിശ്വാസത്തോടെ തന്നെ കൊടുക്കണ്ടേ. അങ്ങനെ എല്ലാം നല്ല ടൈറ്റുള്ള കവറിലാക്കിയിട്ട് മൂടിയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം വെച്ചിട്ടായിട്ടില്ല ഞാൻ നിരിച്ചിനൊക്കത്തെ തൂക്കാന്ന്. പക്ഷേ ഈ ഗൾഫിലേക്കെല്ലാം പോകുമ്പോൾ അവർക്ക് അപ്പളക്കപ്പം ചോദിക്കുമ്പോൾ കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ കുറേ അപ്പം കൊടുത്തിട്ട് തീർന്ന്. ഇനിയിപ്പോൾ ഉള്ളതല്ല പെരുന്നാളിൻ്റെ ഓർഡർ തന്നെ
ഞാൻ അപ്പോൾ എപ്പോൾ ഡെലിവറി എങ്ങനെ ഡെലിവറി എന്നല്ല ചോദിക്കുന്നുണ്ടായി. ഡെലിവറി നമ്മൾ ഒന്നിച്ചിട്ട് ചെയ്യുന്നതാണ്. നോമ്പ് 28 29 അങ്ങനെ എന്തോ 29 എത്ര കിട്ടുമെന്ന് പറയല്ലോ അല്ലേ. അങ്ങനെ ശനിയാഴ്ച നാളെയോ അല്ല മറ്റന്നാൾ അങ്ങനെ എന്തോ ഡെലിവറി ആക്കേണ്ടി വരും. എല്ലാവരോടും കുമ്പളക്ക് എത്തിക്കാൻ പറഞ്ഞിന്. പിന്നെ കുറേ ആൾ ബന്തി ഓടുന്ന്, പിന്നെ മറ്റേ പെരഡാല ആടുന്നിടുന്നല്ലേ, പിന്നെ ഒരു 2 കിലോ 3 കിലോ ഒക്കെ അല്ല വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് 3 കിലോ വണ്ടിയിൽ കൊടുക്കണം മുതലാവില്ല. വണ്ടിയിൽ കൊണ്ടുവന്നെങ്കിൽ ഒരു ഭാഗത്തേക്ക് തന്നെ ഒരു 4,000 രൂപേൻ്റെ ഓർഡറെല്ലാം വേണം, അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ മുതലാണ്ടേ. അപ്പോൾ ഞാൻ അധികം ആൾക്കാരോട് പറയുന്നത് ടൗണിലേക്ക് കൊണ്ടുതരാം. കുമ്പള ടൗൺ എന്നല്ല ചെല്ലിട്ട് കാസർഗോഡ് ടൗൺ കുമ്പള ടൗൺ അതാണ് ഇപ്പോൾ ഓർഡർ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബന്തിയോട് ടൗണിലേക്ക് കൊടുക്കാറുണ്ട്. ഉള്ളിങ്ങനെ പെരുക്കൊണ്ടിട്ട് കൊടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ. പിന്നെ ഈ ഞാനല്ലേ ഓട്ടുന്നത് ഇങ്ങനെ അന്തർഗത്താലോ എന്നുള്ളത്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലേ ഇതിലെ ഉള്ളിൽ പോകുന്ന പ്രശ്നമില്ല നമുക്ക്. അങ്ങനെ ഇപ്പോൾ എല്ലാവരോടും ടൗണിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വരാമെന്ന് പറഞ്ഞിന്. അങ്ങനെ അപ്പോൾ ഞാൻ ചുട്ടിട്ട് കുറച്ച് ആയനെല്ലാം കവറിലിട്ടിട്ട് ബക്കറ്റിലിട്ടിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കവർ കാട്ടുമ്പോൾ ഉമ്മെല്ലാം കവറിലേക്ക് ഇട്ടിട്ട് തരുന്നുണ്ട്. ഉമ്മ ഉണ്ട്, ബാബിയുണ്ട്, അനിയൻ്റെ ഉള്ളുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ അവിടെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കട്ടാക്കുന്നില്ല, അതിൻ്റെ സീഡെല്ലാം എടുത്തിട്ട് മാറ്റിയേക്കുന്നതാണ്. കട്ടാക്കുന്ന ഇപ്പോൾ നമ്മൾ ഈ ചോപ്പറുണ്ടോണ്ട് ചോപ്പറിൽ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം മുമ്പ് ഈത്തപ്പഴം എല്ലാം തൊലി എടുത്തിട്ട് ആക്കിയിട്ട് വെച്ചിന് നാളെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അമ്മായി ഉമ്മ എൻ്റെ ഉള്ളെല്ലാം ഈത്തപ്പഴത്തിൻ്റെ തൊലി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വിഷം പറയുന്നത്, പിന്നെ കുറച്ച് ഫോണിലെ കൊല്ലുള്ളാവും അതോ ഇതെല്ലാം വെച്ചിട്ട് അങ്ങനെയൊക്കെ കൂടിയിട്ട് ഓതുന്നു നല്ല വാങ്ങാം. ഒക്കെ താമ്പളേക്കില്ല എല്ലാവരും ഒന്നിച്ച് പണിയെടുക്കാനും ഒന്നിച്ചിട്ട് ഇരിക്കാനും നിൽക്കാനും കല്യാണിക്ക് എല്ലാം ആകുമ്പോൾ നല്ല മജയാണ്. അങ്ങനെ ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ടും ഉമ്മ മദനീയത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടും അതായിക്കൊണ്ടല്ലേ ഞങ്ങൾ ഈത്തപ്പഴത്തിൻ്റെ വിത്തെല്ലാം മാറ്റിയേക്കുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ടായിട്ടില്ല, ആ ചോപ്പറിലിടുമ്പോൾ എളുപ്പമെന്ന് പറഞ്ഞാൽ. പണ്ടെല്ലാം ഞാൻ ഓർഡറെല്ലാം തുടങ്ങി സ്റ്റാർട്ടിങ് ടൈമിൽ ഇങ്ങനെ ആക്കിയിട്ടായിട്ടില്ലേ പിസ കത്തി വെച്ചിട്ട് ഒരു മുറിച്ചെടുത്തോണ്ടായിരുന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എത്ര കഷ്ടം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ആക്കാൻ. ഇപ്പോൾ ഈ ചോപ്പറിലൊക്കെ ടക്കാക്കുമ്പോൾ എന്ത് പണിയില്ല അറിഞ്ഞാൽ വേറെ ഡേറ്റ് കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിട്ടൊന്ന് തൊലിയെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അന്ന് നമുക്ക് മിക്സി കിട്ടാൻ കഴിയല്ല. അങ്ങനെ ഒരു ദിവസം തൊലിയെല്ലാം എടുത്തിട്ട് വെച്ച് പിറ്റേ ദിവസമാണ് മിക്സി ഇട്ടിട്ട് അതിന് മസാല ആക്കിയിട്ട് ഇതാക്കിയിട്ടെല്ലാം വെച്ചത്. അതിനെ ബോൾസ് ആക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ടാക്കിയതാണ്. 4-5 കൂടുമ്പോഴേക്കില്ല റെഡിയാണ് സംഭവങ്ങളെല്ലാം. എല്ലാം കുറേ ടൈം അവിടെ തന്നെ ഒരാളിരിക്കണ്ടേ അങ്ങനെ. അപ്പം അനിയൻ്റെ അവൾക്ക് ചെറിയ കുഞ്ഞുണ്ട്, അങ്ങനെയൊക്കെ വരാൻ കഴിയുന്നില്ല, ചെറിയ പിള്ളമാറ ബൽബല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കോളം ഇങ്ങനെ വരുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്, ഒരു സൗണ്ടെല്ലാം കേൾക്കുന്ന വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ വന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം എടുക്കുന്നുണ്ട്. ഓളം കൊണ്ട് ഭാവിയുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്. ഞാൻ പിന്നെ ഇവിടെ തന്നെ ഇരുന്നിട്ടില്ല, കുറച്ച് ഇവിടെ ഇരിക്കും, കുറച്ച് ആ ചട്ടിപ്പത്തല അവിടെ എണ്ണയിലിടും, കുറച്ച് ഇപ്പുറത്തല അരക്കാനുണ്ടെങ്കിൽ ആയിരിക്കും, അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ മാഷാല്ലാ തൊലിയെടുക്കലും വിത്തെടുക്കലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് വേറെന്ത് പണിയുണ്ടപ്പാ, വേറെന്ത് പണിയുണ്ട്. പിന്നെ ഓർഡറുണ്ടെല്ലാം എഴുതി വെക്കാണ്ട് ഞാൻ കിച്ചണിൽ തന്നെ പെരുന്നാൻ്റെ സമയമാകുമ്പോൾ അത് ബുക്കിന് മാറ്റല്ല, ഇവിടെ തന്നെ വെക്കും. അപ്പോൾ കുറേ ഓർഡറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ എന്താക്കും എഴുതിയിട്ട് വെക്കും. അപ്പോൾ ഏട്ടത്തിൻ്റെ മോള് കോളേജ് വിട്ടിട്ട് വന്നിട്ടുണ്ട്. അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കിച്ചണും റൂമെല്ലാം ഒന്ന് അടിപൊളിയുള്ള നോക്കാനാണ്. എനിക്ക് കിച്ചണെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്താ നോക്കില്ല ഓളെ വേഗം വിളിക്കും. എൻ്റെ ഓളെ ഒരു വക ഒരുമാതിരി മെയിൻ്റെല്ലാം ഒരേ പോലത്തെയാണ്. കിച്ചണിൽ അങ്ങനെ ആക്കണോ, കിച്ചൺ അങ്ങനെ ആക്കണോ എന്നെല്ലാം അങ്ങനെ. അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വെയിലത്ത് വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. എന്തോ ഒരു വെയിലല്ലേ. അവൾ കെൻസാൽ കോളേജിലാണ് പഠിക്കുന്നത് അങ്ങനെ. അപ്പോൾ പിന്നെ ഇതെന്തിപ്പോൾ കഥ. ഇത് മിഞ്ഞാന്നിൻ്റെ ഇടയിൽ ഒരു ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിന്. മാഷാഅല്ലാഹ് നമ്മളെ കിച്ചണായിട്ട് ഫസ്റ്റ് ഓർഡറാണ് ബിരിയാണി, അതും പള്ളിക്കുള്ള ഓർഡർ. സന്തോഷമായി ഫസ്റ്റ് തന്നെ പള്ളിക്കുള്ള ഓർഡർ കിട്ടുമ്പോൾ കിച്ചണിൽ. അപ്പോൾ എനിക്ക് കിച്ചണിൽ പാല് കാച്ചുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ഇൻഷാ അല്ലാഹ് ചെയ്യണം. പാല് കാച്ചിട്ട് കയറാമെന്നെല്ലാം ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഓർഡർ ആയതുകൊണ്ട് പിന്നെ തിരക്കായിട്ട് അങ്ങനെ അതിനൊന്നും നിൽക്കാനേ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇൻഷാ അല്ലാഹ് മഹദിൻ്റെ ബർത്ത്ഡേ ഉണ്ട് നാളെ അല്ല മറ്റന്നാൾ. അപ്പോൾ അപ്പക്ക് പാല് കാച്ചണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴും തിരക്കെങ്കിലും അതും കഴിയല്ല, നോക്കട്ടെ എങ്ങനെ പോകുന്നതെന്നറിയില്ല. നമുക്ക് പൈസ എല്ലാം ആക്കി തരുന്ന കിച്ചണല്ലേ, അപ്പോൾ ഞാൻ അതിന് നല്ല അതിൻ്റെ മട്ടം പോലെ ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ ഞാൻ ബിരിയാണീൻ്റെ അരിനെ വെള്ളത്തിലിട്ടിട്ട് പോയിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ട 1 മണിക്കൂർ. അങ്ങനെ അത് അവിടെ വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറും ചെല്ലണം. ഞാൻ വെള്ളത്തിലിട്ടെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ അല്ല 3/4 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറായും കഴിയറിഞ്ഞ. വേറെ എന്തെല്ലാം പണി കഴിയുമ്പോൾ മണിക്കൂറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുണ്ടാകുന്നു.
അപ്പോൾ അത് അരി വെള്ളത്തിലിട്ടിട്ട് അതിന് ശേഷം ബാബി എല്ലാം ഉള്ളിയെല്ലാം തൊലിയെല്ലാം എടുത്തിട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കി തന്നിട്ട് പോയിന്. ഇന്നെല്ലാം ഞാനൊന്ന് ചോപ്പറിലിട്ട് എടുക്കുന്നുണ്ട്. ഇത് മാഷാഅല്ലാഹ് ഈ ചോപ്പർ വന്നതിന് നല്ലൊരു ഇതാന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽപ്പിനൊരു നല്ലൊരു ആളെ കിട്ടിയ പോലെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഒരു 2 സെക്കൻഡിൽ ഞാൻ വീഡിയോ സ്കിപ്പാക്കിയിട്ട് ഒന്നും ചെയ്തിട്ട് അപ്പോൾ തന്നെയുള്ള ആ ഒരു ടൈമിൽ നോക്കിയാൽ നമുക്കൊരു 10 30 50 ഉള്ളിയുണ്ട്. അത്രയും ഒരു മിനിറ്റിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്നു. മാഷാഅല്ലാഹ് നല്ലൊരു യൂസാണ്. എല്ലാവരും ധൈര്യമായിട്ട് മിക്കവാറും ഞാൻ ഗ്യാരൻറ്റി. ഇത് പ്രൊമോഷനാ സംഭവങ്ങളൊന്നും ഓർക്കെന്താ അറിയാലോ സംഭവം ഞാൻ എന്നെ ചെല്ലുന്നത് നമ്മളെ കിച്ചണിലേക്ക് ഓർഡറിലുള്ളവർക്ക് മസ്റ്റായിട്ട് നല്ലതാണ് ഇത്. പിന്നെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും പെരുന്ന വരുമ്പോൾ അല്ല നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോഴൊക്കെല്ലാം നല്ല യൂസാണ് ഈ സംഭവം. ഈ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ അരിയാനും ഉള്ളിക്ക്. പിന്നെ ഞാനിപ്പോൾ ഈത്തപ്പഴം ഗ്രേറ്റാക്കി നെറ്റിയിൽ തന്നെയാണ് ചെയ്തത്. അതിൽ എത്ര പെട്ടെന്ന് അതിനറിയോ. പിന്നെ വേറെ എന്ത് ചപ്പാത്തി കുഴക്കാൻ, പിന്നെ സമൂസൻ്റെ മസാല വെജീസ് അല്ലല്ലേ അതെല്ലാം കട്ടാക്കിയിട്ട് എടുക്കാൻ, അട്ടിപ്പത്തിരി കട്ടാക്കിയിട്ട് മസാല എടുക്കാൻ എല്ലാം നല്ല യൂസാണ്. അങ്ങനെ ഉള്ളിയെല്ലാം വെച്ചിട്ട് ഞാനന്ന് കുക്കറിൽ തന്നെ വേഗം വിസിലാക്കിയിട്ട് എടുത്ത് വേഗം 5 മണിയാകുമ്പോൾ കൊണ്ടുപോകാൻ വരുമെന്നില്ലേ. ഏകദേശം ഇപ്പോൾ ഒരു 2 മണിയെല്ലാം ആയിട്ടുണ്ട്. അവർ വരുമ്പോഴേക്ക് ദമ്മെല്ലാം ഇട്ടിട്ടായിട്ട് നമുക്ക് കണ്ടെയ്നറിലാണ് ചെയ്യുന്നത്. അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണ്ടേ അങ്ങനെ. അപ്പോൾ അത് ഞാൻ ചിക്കനെല്ലാം മസാലാക്കി സംഭവങ്ങളെല്ലാം റെഡിയാക്കി ലാസ്റ്റ് സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ആയതിന് ശേഷം ആ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് അത് അടവാൻ വെച്ചിട്ടായിട്ട് ഇതാ ബക്കറ്റെല്ലാം ഞാൻ അടിയിൽ ഇങ്ങനെ ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാം കുറേ ആൾ ചെല്ലും വീഡിയോ കാണിക്കുമോ കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഇൻഷാ അല്ലാഹ് കാണിക്കാമോ. ഇപ്പോൾ കിച്ചണിൻ്റെ വീഡിയോ കാണിച്ചാൽ നിങ്ങൾ ചോദിക്കുമോ ആ പുതിയ കിച്ചണിന് ഇത്ര വ്യൂ ഇങ്ങനെ ആക്കിയാന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. ഈ പെരുന്നാൻ്റെ ഓർഡറെല്ലാം കൈയിട്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. ബക്കറ്റും വെള്ളവും വൃത്തിയും അപ്പുറത്തി അപ്പം ചുട്ടതെല്ലാം വെച്ചിട്ട് ഒരുമാതിരി ജഗ്ഗപോകായിട്ടുണ്ട് കിച്ചണ്. മഷാല പ്രശ്നമില്ല. പിന്നെ നമ്മൾ കച്ചറാക്കാൻ വേണ്ടിയിട്ട് തന്നെ വേങ്ങിയ കിച്ചണല്ലേ, ഉണ്ടാക്കിയ കിച്ചണല്ലേ, നമ്മളെ വർക്ക് ഏരിയ അല്ലേ, എപ്പോഴും വർക്ക് തന്നെ ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇപ്പം നല്ലൊരു ഉപകാരം അതിനെന്താ പറയുക മഷാല. ഇപ്പോൾ ഈ വലിയ ഉരുളിയല്ലതാ ഇതെല്ലാം ഈ കിച്ചണിൽ തന്നെയൊക്കെ വാങ്ങുന്നുണ്ട്. പുറത്താണ് ഞാൻ ഇതെല്ലാം പോലെ പുറത്ത് പോകേണ്ടി വരുന്നില്ല. വലിയ സിങ്കാക്കിയത് കൊണ്ട് തന്നെ ഇല്ലേ എല്ലാ ബട്ടിയും ഈ ചട്ടിയും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റാകുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായി അങ്ങനെയാണ് അങ്ങനത്തെ ഒരു കിച്ചൺ വേണമെന്ന്. ഈ കിച്ചൺ ആക്കണോ പ്ലാനാക്കുന്ന 2-3 കൊല്ലമായി. നിങ്ങൾക്ക് എന്നെ അറിയുന്നുണ്ടാവും ഞാൻ ചെല്ലുന്നുണ്ടായിട്ടേ ഒരു കിച്ചൺ എടുക്കണമെന്ന് വിചാരിച്ചിന് എന്നിട്ട് മഷാല എടുത്തിട്ട് ആയിട്ട് നമുക്ക് 10 ദിവസത്തെ റെഡി ആയിട്ട് കിട്ടിയിരുന്നു. അങ്ങനെ അപ്പോൾ ഈ ഓർഡറിൻ്റെ ഗ്യാസിന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വെച്ചിന്, മറ്റേ ഗ്യാസിന് അവിടെ സിങ്ങിൻ്റെ അടുത്ത് തന്നെ വെച്ചിന്. അപ്പോൾ അങ്ങനെ ഞാൻ ചോറെല്ലാം ഒന്ന് വാർത്തിട്ടാകുമ്പോൾ അതിൻ്റെ കഞ്ഞി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടില്ല പുറത്ത് തേക്കെല്ലാം തോയിപ്പോയി അറിഞ്ഞാൽ എന്തെങ്കിലും തിരക്ക് പിടിച്ചിട്ട് പണിയെടുക്കുമ്പോൾ ഇങ്ങനത്തെ എല്ലാവരും ഇടയിൽ കയറിയിട്ടൊരു പണി തരുന്നത് നമുക്ക്. അത് പ്രശ്നമില്ല, നമ്മൾ ഒരു തുണി വെച്ചിട്ട് അതിനൊന്ന് തുടച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ പുതിയ കിച്ചൺ കിട്ടുന്നവർക്കെല്ലാം വേണ്ടിയിട്ടില്ല കുറേ ടിപ്സ് എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഉള്ള അനുഭവം നമ്മൾ പറയണമല്ലോ. അങ്ങനെ എങ്ങനെ ചെയ്യണം, എന്താക്കണം, പെട്ടെന്ന് എളുപ്പത്തിൽ പണി തീരണം, അങ്ങനെ എന്താക്കണം, പിന്നെ നമുക്ക് കിച്ചണിൽ പണിയായിട്ട് പോകണമെങ്കിൽ എന്താക്കണം, അങ്ങനത്തെ എല്ലാ ടിപ്സ് എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോ ഞാൻ ചെയ്യാവേ. നമ്മൾ ഈ പെരുന്നാളിൻ്റെ ഒരു ജഗ പോകാം ഒന്ന് കൈയ്യട്ട്. ഓക്കെ. അങ്ങനെ അത് അൽഹംദുലില്ലാ ബിരിയാണീൻ്റെ സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ദമ്മെല്ലാം ഇട്ടിട്ട് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇത് 50 ആൾക്ക് ഉള്ള ഓർഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ 2 ബാച്ചാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വേറെ 25 പോലെ. ഫുള്ളൊന്നാകെ 50 ആൾക്ക് ദമ്മിട്ടെങ്കിലേ നമ്മളെ ഈ ഹൈറ്റില്ല ചട്ടി ഒരു 50 ഒരു എന്തുള്ള ചട്ടീൻ്റെ ഒരു ഹൈറ്റ് പോലെ വേണം നമ്മൾ ദമ്മിടുമ്പോൾ. ഒന്നാകെ അടിക്കും മസാല ഇട്ടിട്ട് ചോറ് മുകളിലേക്ക് ഇട്ടെങ്കിൽ അത്ര ദമ്മ് മുകളിലേക്ക് എത്തേല. അപ്പോൾ ഇങ്ങനെ 2 വേറെ ചട്ടിയിലാക്കിയെങ്കിലേ ചട്ടി ഒന്ന് കയറ്റെടുക്കുന്ന ഒരു വിനയുണ്ട്. പക്ഷെ എന്നാലും ചോറ് നല്ല ടേസ്റ്റാവും. നമുക്ക് ഓർഡർ തന്നവർക്ക് ടേസ്റ്റായിട്ട് അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ പ്രശ്നമില്ല. ഓർഡറിനവർക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് കൊടുക്കണം. ഓക്കെ. അങ്ങനെ അതാ എല്ലാ കണ്ടെയ്നറെല്ലാം പിള്ളമാരെല്ലാം കൂടി സെറ്റാക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ആളുണ്ട് ഇതിൻ്റെ ബാക്കിൽ. എൻ്റെ മോനുണ്ട്, മോളുണ്ട്, ബാബിയുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനും ബാബി എന്താക്കുന്നത് അറിയാമോ, അതിനെ ദമ്മിട്ടതിന് ശേഷം ചോറ് വേറെ മസാല വേറെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിക്കൻ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഭാവി എന്താക്കി ചോറ് ഇട്ടുകൊണ്ട് വന്നതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ കണക്ക് നമുക്ക് തെറ്റില്ല, അതിൽ കിട്ടോ ഇല്ലയോ എത്തിയോ എന്നിട്ട് അങ്ങനെയാവും. പിന്നെ പെട്ടെന്ന് റെഡിയാവും സംഭവം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മണിയാകുമ്പോൾ വരുന്നില്ലിന്. ഇപ്പോൾ 4:30 മണിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം വേട്ടറെന്ന്. അപ്പോൾ ഏട്ടത്തിൻ്റെ മോളുണ്ട്, മച്ചുഞ്ചിൻ്റെ മോനുണ്ട്, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഓറെല്ലാം മുടിയെല്ലാം ഇടാൻ ഓറേൽപ്പിച്ച്.
അങ്ങനെ ഉരട്ട് പിന്നെ തന്നു വന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് ഞാൻ മസാല ഇട്ട് കൊടുത്ത് ബാബി ചോറിട്ട് കൊടുത്ത് ഇതാത് ലാമി ഇല്ലു എന്നിട്ട് മച്ചഞ്ചിൻ്റെ മോൻ്റെ പേര് ഇല്ലു എന്നാണ് ഓറ 3 ആളും ഫുള്ള് കണ്ടെയ്നർ മൂടി കൊടുത്തതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റിക്കറെല്ലാം ഒട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് മസാല കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അവർക്കറിഞ്ഞാൽ നല്ല വാങ്ങുന്നുണ്ട് നല്ല ഉണ്ടായിന് നല്ല പറയുന്നുണ്ടായി അപ്പോൾ ഏതായി എന്നല്ല ചോദിക്കുന്നുണ്ടായിന് ഞാൻ ബിരിയാണി വെക്കുന്ന ഞാൻ ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് 3 ആയാലും വെക്കുന്ന സെല്ല റൈസ് തന്നെയാണ് പിന്നെ ഈ കുഴിമക്കാർക്ക് ഇങ്ങോട്ടുള്ളവർക്കെല്ലാം ഇഷ്ടം വലിയ അരി ചെറിയ അരി അത്ര വലിയ ലൈക്കാന്നില്ല അപ്പോൾ വേണ്ടിയവർ ഇങ്ങനെ ഒരാൾ ചെല്ലുന്നു ചെറുതാവുമെന്ന് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഞാൻ വലുത് തന്നെയാണ് കൊടുക്കുന്നത് സെല്ലാക്ക് റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ടായി മുമ്പെല്ലാം 100 90 അങ്ങനെല്ലാം ഉണ്ടായിന് പക്ഷേ ഇപ്പോൾ കൂടി 120 എത്തിനറിഞ്ഞാൽ കൂടിയാലും പ്രശ്നമില്ല നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു ഇത്തിരി കൊടുക്കുന്നെങ്കിൽ നേരെ കൊടുക്കുക 2 ആൾക്ക് അങ്ങനെ അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് പോയിട്ട് ആ ഒരു 60 കഴിഞ്ഞതിന് ശേഷമില്ലേ ഇനി നമുക്കിപ്പോൾ ടൈം ഏകദേശം 5:30 മണി ആയിട്ടുണ്ട് അപ്പോൾ അപ്പം വേറെ ഇതിനൊന്നും വേറെ ടൈം ഉണ്ടായിട്ട് ഫസ്റ്റ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഷീറ്റെല്ലാം കൊണ്ടുവന്നിട്ട് റെഡി ഉണ്ടല്ലോ ഒരു ഇത്തിരി ചിക്കൻ്റെ മസാല ആക്കിയിട്ട് അതിന് ശേഷം സമൂസ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഷീറ്റ് കൊണ്ടുവന്ന് നല്ല എളുപ്പമാണ് നമുക്ക് മുമ്പില്ലേ ഈ ഷീറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമില്ലേ പാക്കറ്റ് ഷീറ്റ് ഒരു ക്രിസ്പി ആവാത്ത പോലത്തെ ഒരു ഫീലാഞ്ഞ് അന്നൊരു കുളൻ്റെ അമ്മ അങ്ങനെ അതിന് ശേഷം ഞാനത് മേങ്ങലേയില്ല പിന്നെ ഇപ്പം ഇങ്ങനത്തെ ഒരു തിരക്കായതുകൊണ്ട് ഞാൻ മേങ്ങിയിട്ട് വെച്ചത് പക്ഷെ ഇപ്പം പക്ഷേ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഷീറ്റ് എന്തല്ലെങ്കിലേ നമ്മളെ മിസ്റ്റേക്കാണത് ഷീറ്റിൻ്റെ മിസ്റ്റേക്കല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇടുമ്പോഴേക്കില്ലേ പെട്ടെന്ന് ബബിൾസെല്ലാം സമൂസെല്ലാം വന്നിട്ട് അതിൻ്റെ കോലം പോകുന്നത് നമ്മൾ നോർമൽ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വെച്ചിട്ടായിട്ട് അത് ചെറിയ തീയിൽ തന്നെ ഇങ്ങനെ മെല്ലെ ഗോൾഡൻ കളറായിട്ട് ആകുമ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാകുന്ന പറഞ്ഞാൽ തിന്നാൻ സമൂസ അങ്ങനെ ഒന്ന് എല്ലാവരും ആക്കിയിട്ട് നോക്ക് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ നോമ്പറക്കുന്ന ടൈമിലല്ലേ ഇതാ ഈ എൻ്റെ തന്നെ കിച്ചണിൽ ഞാനൊരു ബോർഡാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓറ് അതേ ടൈമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഓറ് ചെല്ലുന്നുണ്ട് ഇതൊന്നും പണിയില്ല സ്ക്രൂ ഇട്ടിട്ട് വെച്ചങ്ങായി നല്ല ചെല്ലിട്ട് അങ്ങനെ ഓറാട ഫിറ്റാക്കിയിട്ട് അത് പോയിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ തന്നെ കിച്ചണിൻ്റെ ലോകമെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി ഇനി നോക്കാൻ ടൈം മുട്ടിയിട്ടോ ഞാൻ സമൂസ ചുട്ടെടുത്തിട്ട് കോരുന്നുണ്ട് അപ്പോൾ ഓറിങ്ങനെ ചോദിക്കുന്നത് ഇടവാണ് ഞാൻ അതിൻ്റെ സ്ഥലം ഇതന്നെ ആക്കിയിട്ട് വെച്ചത് ഇതിന് വേണ്ടിയിട്ട് എന്നെ മാറ്റി വെച്ചത് അപ്പോൾ താത്തണ പൊക്കണമെന്നല്ല ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം പൊക്കിക്കോ എന്നിട്ട് അങ്ങനെ പൊക്കിയിട്ട് ഡ്രില്ലെല്ലാം ഇട്ടിട്ട് ഹോൾസെല്ലാം ആക്കിയിട്ട് വെക്കുന്നുണ്ട് മാഷാഅല്ലാ നമ്മൾ ആ തന്നെ കിച്ചൻ്റെ ആ ബോർഡ് കാണുമ്പോൾ എന്തോ ഒരു മജ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് നോമ്പ് തുറന്നിട്ടുണ്ടായി പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇൻഷാല്ലാ നാളെ അതിന് ബർത്ത്ഡേ വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എനിക്ക് കിച്ചണ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കിച്ചണിൻ്റെ ഇട്ട് കാണിക്കാം കുറേ ആൾ ചോദിച്ചിന് എല്ലാവരുടെ ഇത് കമൻറ്റ് ഞാൻ കണ്ടിന് വായിച്ചിന് നോക്കിന് എല്ലാം ചെയ്തിന് പക്ഷേ ഇപ്പം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ഫുള്ള് സാധനമെല്ലാം നിർത്തിയിട്ടുണ്ട് സിറ്റ് ഔട്ടിലും കൗണ്ടർ ടോപ്പിലും എവിടെയെല്ലാം അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു മജയില്ലല്ലോ കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലുക്കോടെ തന്നെ കാണിക്കണ്ടേ മാഷാഅല്ലാ അൽഹംദുലില്ലാ തനാസ് കിച്ചൺ ഇങ്ങനെ ആയിട്ട് ഇതാ ഇത്രക്കെത്തി ഓക്കെ ബൈ അസ്സലാമു അലൈക്കും